ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ മോമോസ്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിലും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സായിട്ടും ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ആദ്യം ഇതിൻ്റെ കവറിങ്ങിന് ആവശ്യമായ ബാറ്റർ തയ്യാറാക്കാൻ പോവുകയാണ്, മാവ് തയ്യാറാക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ നിങ്ങൾക്ക് ഏത് വേണേലും യൂസ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഓയിലും ഉപ്പും മൈദയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നമുക്ക് മാവ് തയ്യാറാക്കാം. നല്ലവണ്ണം എല്ലാം കുഴച്ച് നല്ല സോഫ്റ്റ് പരുവത്തിൽ എടുക്കണം. ശരിക്കും ഇതിൻ്റെ ഒറിജിൻ നേപ്പാൾ, തിബറ്റ് എന്നീ പ്രദേശങ്ങളാണെന്നാണ് പറയുന്നത്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് കടകളിൽ പോയാലും ഹോട്ടലുകളിൽ പോയാലും ഈ വിഭവം യഥേഷ്ടം കിട്ടും. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ഫില്ലിംഗ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, 2 പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ചിക്കൻ ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ചിക്കനാണ് ഉള്ളതെന്ന് വിചാരിച്ചാൽ അത് ബോണ് കളഞ്ഞ് എടുത്താലും മതി. ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. ഇതാ ഇങ്ങനെ ഈ രൂപത്തിൽ ആക്കിയെടുത്തതാണിത്. ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുതായിട്ട് കട്ട് ചെയ്യണം വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ ഉള്ളിയുമൊക്കെ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം കുറച്ച് കുരുമുളക് പൊടി, പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഓൾറെഡി നമ്മൾ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെയാണ് പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഓയിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും, നെയ്യോ വേറെ വെജിറ്റബിൾ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒന്നുകൂടി കുഴച്ച് സോഫ്റ്റ് പരുവത്തിലാക്കിയെടുക്കാം. ഇനി ഓരോ ബോളുകളാക്കി എടുക്കണം. ഒരു പൂരി ഉണ്ടാക്കേണ്ട വലുപ്പത്തിലുള്ള ബോളുകളാണ് നമുക്കിവിടെ ആവശ്യം. ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കുന്നു. ഇനി നമുക്ക് മോമോസ് തയ്യാറാക്കാം. ഒരു പൂരിയുടെ വലുപ്പത്തിൽ, നന്ന തിന്നാവാനും പാടില്ല, അധികം തിക്കാവാനും പാടില്ല. ഒരു റൗണ്ട് ഷേപ്പിലാണ് പരത്തിയെടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇത് പരത്താൻ പൊടിയോ അല്ലെങ്കിൽ ഓയിലോ യൂസ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ചേർത്ത് കൊടുക്കുന്നു. ഇതൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഷേപ്പിലാക്കിയെടുക്കേണ്ടത്. ഒരു സൈഡ് നമ്മളിങ്ങനെ മടക്കിയെടുക്കുന്നു. ചെറുങ്ങനെ ഇങ്ങനെ മടക്കി, സാരിക്ക് ഞൊറിവുകൾ എടുക്കുന്ന മാതിരി മടക്കിയെടുത്ത് മറ്റേ സൈഡിൽ കുറച്ച് പച്ചവെള്ളം തടവി കൊടുത്ത് 2 സൈഡും യോജിപ്പിക്കുന്നു. രണ്ട് സൈഡും ഇതേപോലെ യോജിപ്പിച്ച് എടുക്കുന്നു. നിങ്ങളെ ആർട്ടിസ്റ്റിക് സ്കില്ലനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പിൻ്റെ ഭംഗി ഒന്നുകൂടി കൂടുതൽ ഭംഗിയുള്ളതാക്കാം. അത് ഓരോരുത്തരുടെ സ്കില്ലിനനുസരിച്ച്. ഇനി രണ്ടാമത്തെ ഒന്നുകൂടി ഞാനിവിടെ കാണിക്കാം. പല ഷേപ്പുകളിലും മോമോസ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു ഷേപ്പിൽ മാത്രമാണ് കാണിക്കുന്നത്. മോദക്ക് എന്ന് പറയുന്ന ഒരു സ്വീറ്റിൻ്റെ രീതിയിലും ഇതുണ്ടാക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. എന്നും ഹോട്ടലിലോ അല്ലെങ്കിൽ കടകളിലെല്ലാം പോയാൽ അവർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു ഐറ്റമാണ് മോമോസ്. ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുത്ത് മറ്റേ സൈഡ് കൂടി യോജിപ്പിക്കുന്നു. ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ചുരുക്ക് മാതിരി നമുക്ക് കാണാം.
ഇങ്ങനെ തയ്യാറാക്കിയ ബോളുകളെല്ലാം ഞാൻ മോമോസ് ആക്കി മാറ്റി. ഇവിടെ ഇത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. സ്റ്റീം ചെയ്യാനുള്ള പാത്രമാണ് ഇത്. നമ്മൾ വെള്ളം തിളപ്പിക്കാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റീം ചെയ്യേണ്ട പാത്രത്തിലേക്ക്, അരിപ്പമാതിരിയുള്ള പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്യാം. ഇതേമാതിരിയുള്ള പാത്രം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഡലി പാത്രവും ഉപയോഗിക്കാം. ഇഡലി പാത്രത്തിൻ്റെ കൂടെ കിട്ടുന്ന അരിപ്പമാതിരിയുള്ള ആ പാത്രം അല്ലെങ്കിൽ ഇഡലി തട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ പാത്രം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് ഓരോന്നായി ഇതിലേക്ക് എടുത്ത് വെച്ച്, ഓയിൽ പുരട്ടിയിരിക്കുന്നത് ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഒന്ന് അടച്ച് വെച്ച് ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമ്മളിങ്ങനെ സ്റ്റീം ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ അത് പാകമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചട്നി തയ്യാറാക്കാം. ടൊമാറ്റോ ചട്നി. ഇത് ഞാൻ ഇവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഒന്ന് മൈക്രോവേവിലിട്ട് ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതിൻ്റെ തൊലി എടുക്കാനാണ്, തൊലി കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. തൊലിയെല്ലാം നീക്കം ചെയ്യണം. എന്നാൽ നമുക്ക് സ്മൂത്ത് പേസ്റ്റാക്കി മാറ്റാൻ പറ്റും. ഇതൊരു മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും, മിക്സീൻ്റെ ജാറിലേക്ക്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചേർക്കണ്ട, 1 പച്ചമുളക് ആയാലും മതി. 3-4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കുട്ടികൾക്കൊക്കെ എരിവ് അധികം വേണ്ടി വരില്ല, അതിനനുസരിച്ച് മാത്രം എരിവ് ചേർത്താൽ മതി. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തു. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ വിനെഗർ, സിർക്ക കൂടി ആഡ് ചെയ്തു. എല്ലാം കൂടി ഒന്ന് നന്നായി അരച്ചെടുക്കണം. ഒരു സൈഡിൽ നമ്മുടെ മോമോസ് ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് മോമോസ് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. മിക്കവാറും എല്ലാവർക്കും ഈ റെസിപ്പി അറിയുന്നതായിരിക്കും. എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിവിടെ തയ്യാറാക്കുന്നത്. ഈ ചട്നി കൂടി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. എല്ലാവരും വീട്ടിൽ ഇത് തയ്യാറാക്കി നോക്കണം. കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.